നമുക്ക് പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിയാലോ പങ്കു? ആ എന്നതാ? നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയില്ലേ, അപ്പൊ ആദ്യം ചീമാറ്റി ക്യാൻസൽ ചെയ്തിട്ട് അത് നമുക്ക് ലഞ്ചിന് പോവാം. ഓക്കെ. ഫോറത്തില്. അപ്പൊ ഫോറത്തില് ലഞ്ചിന് പോവാണെങ്കിൽ വേദുവിന് അവിടെ ഒരു ഫേവറേറ്റ് ഫുഡ് ഉണ്ട്, യൂമിയിലെ സുഷി. അപ്പൊ വേദുവിന് അത് വാങ്ങിച്ചു കൊടുക്കാം, നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ചീമാറ്റി പിടിക്കാം അല്ലേ? സൗണ്ട്സ് ഗുഡ്. ഓക്കേ. ഇന്നല്ലേ വിമൻസ് ഡേ? അതെ, ഹാപ്പി വിമൻസ് ഡേ. വുമൻസ് ഡേ എന്ന് പറഞ്ഞാല് വാലന്റൈൻസ് ഡേ ഇല്ലടാ, അതുപോലെ ഗേൾസിന് വേണ്ടിട്ട് ഒരു ഡേ ഉണ്ട്, അതാണ് വുമൻസ് ഡേ. അപ്പൊ കുഞ്ഞിന് വാലന്റൈൻസ് ഡേ അറിയാം, എന്നാ പിന്നെ മദേഴ്സ് ഡേ എന്ന് പറഞ്ഞാ പോരെ? കുഞ്ഞിന് ഇപ്പോഴത്തെ കാലത്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ അറിയൂ. മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ അറിയാം. എങ്ങനെയാണ് നിനക്ക് വാലന്റൈൻസ് ഡേ അറിയാവുന്നേ? സ്കൂളില് എന്താണ് ഇപ്പോഴത്തെ കാർട്ടൂൺസിലോ? കാർട്ടൂൺസിലൊക്കെ ഇപ്പൊ ഇതൊക്കെ വരാൻ തുടങ്ങിയോ? കാണുമായിരിക്കും. പെപ്പപ്പിക്കിനൊക്കെ ചിലപ്പോ വാലന്റൈൻസ് ഡേ കാണുമായിരിക്കും. നമ്മുടെ കാലത്ത് ഇല്ലടേ. നമ്മുടെ കാലത്ത് പെപ്പപ്പിക്കും ഇല്ലെന്ന് തോന്നുന്നില്ല. നമ്മുടെ കാലത്ത് വാലന്റൈൻസ് ഡേ എന്താന്ന് പോലും അറിയത്തില്ല. ആൽഫ ജെൻ അല്ലേ? ജെൻ ആൽഫ. നമ്മൾ വരുന്നല്ലോ, അടുത്ത ജനറേഷൻ വന്ന് തുടങ്ങിയല്ലോ, ജെൻ ബീറ്റ 2025. ഇത്രയും ട്രാഫിക്കാ, എല്ലാരും മിക്കവാറും പുറത്തിലേക്കുള്ളതായിരിക്കും. അല്ല, സുഷിയുടെ കാര്യം ആലോചിക്കുമ്പോ അമ്മ ഇതുവരെ എത്താറായോ? ഏതൊരു സുഷി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും വേദു? കരയുമ്പോ വെച്ച് പോവോ? ഇന്ന് സുഷി വാങ്ങണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങാം. അവര് പറയോ സുഷി തീർന്നു പോയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യൂടാ? അയ്യോ, ഇൻഗ്രീഡിയൻസ് തീർന്നു പോയാ കുഞ്ഞാവ് എന്നാ ചെയ്യും? കരയോ? നമുക്ക് പ്രതിഷേധിക്കാൻ ഒറ്റ മാർഗമുള്ളൂ, കരയുക. കിട്ടുമല്ലോ പിന്നെ.
ദഹിപ്പുരി കഴിക്കാം അല്ലേ? എടുക്കാൻ പറ്റുന്നില്ല, തണുത്തുപോയി. എനിക്ക് ദഹിപ്പുരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ ദഹിപ്പുരി കഴിക്കണം തോന്നിയാലും ഇവിടെ ഗോകുലൂട്ടൂരല്ല വരുന്നത്. നമ്മൾ പണ്ട് ബോംബെയിൽ നിന്ന് കഴിച്ചതിൻ്റെ ഏകദേശം അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. ശരിക്കും ബെല്ലി ഡാൻസർമാരുടെ തൊങ്ങൽ പോലെയുണ്ട്. കുഴപ്പമില്ല. തോന്നുന്നു. നോക്ക്, അത് അങ്ങനത്തെ ആ സാരിയൊക്കെ നോക്ക്. അല്ലല്ല, അതിൻ്റെ ഇപ്പുറത്തെ വലത്. ആ, അമ്മയ്ക്ക് ചേരുന്ന സാരി ഉണ്ടെങ്കിൽ എടുത്തോ, അമ്മയ്ക്ക് വിഷുവിന് കൊടുക്കാൻ വേണ്ടി. ആ, ഭംഗിയുണ്ട്, വെറൈറ്റി അല്ലേ? കുഞ്ഞ് സാരി കൊടുക്കാറായില്ലല്ലോടാ. ചേരുവെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനത്തെ സാരി എടുത്താലോ? നല്ല 2 ഷെയ്ഡൂടെ വരുമ്പോൾ അറിയാം. ഇത് മുന്താണിയല്ലേ, ഇത് ബ്ലൗസ് കാണത്തില്ല. അത് കൊള്ളാം. അങ്ങനെ ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് അവസാനം 2 സാരി വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അത് നമ്മുടെ വിഷുവിൻ്റെ വ്ളോഗിൽ ഏത് സാരി എടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ടയേർഡായി, അതുകൊണ്ടൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ എന്താ, അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്, ഒരു കോഫി ഷോപ്പും ഉണ്ട്. അത് നല്ലൊരു ഐഡിയ ആണ് ഇവരുടെ. എന്തായാലും ഷോപ്പിങ്ങിന് വരുന്നവർ നന്നായിട്ട് മടുക്കും. അപ്പോൾ അവർക്കൊരു കോഫി ഷോപ്പായി. മാത്രമല്ല, കൂടെ വരുന്ന ഹസ്ബൻഡ്സോ കുട്ടികളൊക്കെ കൂടെ വരുവാണെങ്കിൽ അവർക്ക് ബോറടിക്കുമ്പോൾ വന്നിരിക്കാനും ഒരു സ്ഥലമായി. അപ്പോൾ ഇതൊരു നല്ല ഐഡിയ ആണ്. ഫുള്ളൊരു ട്രെയിനിൻ്റെ തീമിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് കുംഭകോണം ഫിൽറ്റർ കോഫി. ആക്ച്വലി നമ്മൾ ഹൊസൂർ, ബാംഗ്ലൂർ
ഹൊസൂറിൻ്റെ അവിടെ ബൈനഹള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ മസ്ത് കോഫി കിട്ടും. അതാണ് ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല കോഫി. പിന്നെ ഇത് നമ്മുടെ ബാംഗ്ലൂർ പല സ്ഥലത്ത് കിട്ടും, കുംഭകോണം ഫിൽറ്റർ കോഫി എന്ന് പറഞ്ഞാൽ അതുപോലെ ആ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ തമിഴ്നാട് ആ ഹൊസൂറിൻ്റെ അടുത്തുള്ള ടേസ്റ്റ് വന്നിട്ടില്ല. ഹൊസൂരല്ല, കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ എപ്പോഴേലും ബാംഗ്ലൂർ വരുവാണെങ്കിൽ പോകേണ്ട ഒരു കോഫി ഷോപ്പാണ്. കുഞ്ഞു കോഫി ഷോപ്പാണ്, പക്ഷെ ഭയങ്കര നല്ലതാണ്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി കുംഭകോണം കോഫിയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.